ഹലോ ഫ്രണ്ട്സ്, +2 ഫിസിക്സ് ചാപ്റ്റർ 8 ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്നൊരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഓസിലേറ്റിംഗ് ആയിട്ടുള്ള മ്യൂച്വലി ഓസിലേറ്റിങ്ങും ജനറേറ്റീവും ആയിട്ടുള്ളൊരു ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സിസ്റ്റം ഉണ്ട് അതിൻ്റെ സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുവരെയുള്ള തിയററ്റിക്കൽ കൺസെപ്റ്റാണ് പറഞ്ഞത്. അവിടെ നമ്മൾ മാക്സ്വെല്ല് ആംബിയേഴ്സ് ലോ കറക്റ്റ് ചെയ്യുന്നത് കണ്ടു. അതുപോലെ തന്നെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ മറ്റൊരു റീഫ്രൈസ്ഡ് വേർഷൻ കണ്ടു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ഫണ്ടമെൻ്റലായ കാര്യങ്ങൾ. അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ടോപ്പിക്കുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നോക്കുന്നത് മാക്സ്വെൽസ് ഇക്വേഷൻസ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻസ് പോസിബിൾ ആകുമെന്ന് പല ശാസ്ത്രജ്ഞരെയും ചിന്തിപ്പിക്കാൻ പോലും കാരണമായത് മാക്സ്വെല്ലിൻ്റെ ഇക്വേഷൻസാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലാണ് നമ്മളിന്ന് ആദ്യം പഠിക്കുന്നത്. ദെൻ സോഴ്സസ് ഓഫ് EM വേവ്സ്, ദെൻ നേച്ചർ ഓഫ് EM വേവ്. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് മാക്സ്വെൽസ് ഇക്വേഷൻസ്. എന്താണ് മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്ന് പറയുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇലക്ട്രിസിറ്റിയിലും മാഗ്നറ്റിസത്തിലുമായി പല സ്ഥലങ്ങളിലായി ചിതറിക്കിടന്ന ചില ഇക്വേഷൻസ്, അവ തമ്മിലുള്ള ബന്ധം, സിമ്മെട്രി എന്നിവ മനസ്സിലാക്കിക്കൊണ്ട് മാക്സ്വെൽ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ ഒരു സെറ്റായിട്ട് ഒരു കുടക്കീഴിൽ നിന്നുകൊണ്ട് നോക്കുമ്പോഴാണ് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിലുള്ള ബന്ധം മനസ്സിലാകുകയും ഇലക്ട്രോമാഗ്നറ്റിസം എന്ന് പറയുന്നൊരു പുതിയ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയ ബ്രാഞ്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. നമുക്കിവിടെ മാക്സ്വെല്ലിൻ്റെ അല്ലെങ്കിൽ മാക്സ്വെൽ ചൂസ് ചെയ്ത് സെറ്റുകളാക്കി മാറ്റിവെച്ച ആ ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E dot dA ഈക്വൽ ടു Q/ε0. നമുക്ക് വളരെ പരിചിതമായ ഒരു ഇക്വേഷനാണ്. ഇത് ഏത് ലോ ആണെന്നറിയാം? ഗോസസ് ലോ ഇൻ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പോൾ ഇത് ഗോസസ് ലോ ഇൻ ഇലക്ട്രിസിറ്റി ആണ്. മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന സെറ്റിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഗോസ് ലോ ഇൻ ഇലക്ട്രിസിറ്റി തന്നെയാണ്. രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ള ഇക്വേഷൻ ഇതാണ്, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B dot dA ഈക്വൽ ടു 0. ഇതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദിസ് ഈസ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസത്തിലെ ഗോസസ് ലോ ആണിത്. വളരെ വിശദമായി നമ്മളത് പഠിച്ചതാണ്. ദെൻ മൂന്നാമതായിട്ടുള്ള മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E dot dL ഈക്വൽ ടു -d∅B/dt. നമുക്ക് വളരെ സുപരിചിതമായ ഇക്വേഷനാണ്. ദിസ് ഈസ് നത്തിങ് ബട്ട് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, നാലാമതായി നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷനിൽ പഠിക്കുന്നത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B dot dL ഈക്വൽ ടു μ0 IC പ്ലസ് μ0 ε0 d∅E/dt. ഈ ഇക്വേഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായി വളരെ സമയമെടുത്ത് നമ്മൾ പഠിച്ചത്. ദിസ് ഈസ് ദി ആംപിയർ മാക്സ്വെൽ ലോ. ആംപിയർ മാക്സ്വെൽ ലോ. ഇങ്ങനെ നാല് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പോരാ, 4 പ്രധാനപ്പെട്ട ലോകൾ. ഈ 4 ലോകളെയും പരസ്പരം അവയുടെ ബന്ധം മനസ്സിലാക്കിക്കൊണ്ട് കമ്പൈൻ ചെയ്ത് ഒരു സെറ്റായിട്ട് മാക്സ്വെൽ അവതരിപ്പിച്ചപ്പോഴാണ് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിൽ ഇത്രയുമേൽ ബന്ധമുണ്ടെന്നും ഇലക്ട്രോമാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിൻ്റെ പോസിബിലിറ്റിയെ പറ്റിയൊക്കെ ലോകത്തിന് മനസ്സിലായത്. അതുകൊണ്ടാണ് ഈ 4 ഇക്വേഷൻസ്, ഈവൻ ദോ ഇത് പല ശാസ്ത്രജ്ഞരുടെയും ഇൻഡിവിജ്വലായിട്ടുള്ള കണ്ടെത്തലുകളാണെങ്കിൽ പോലും നമ്മളിത് 4ഉം ചേർത്ത് എഴുതുമ്പോൾ അത് മാക്സ്വെല്ലിൻ്റെ പേരിൽ മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്ന് നമ്മൾ എടുത്തു പറയാനുള്ള പ്രാധാന്യം അതാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് നമ്മൾ പഠിച്ചു. ഓരോന്നും ഏതാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ദെൻ നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതും കുറച്ച് തിയററ്റിക്കൽ, കുറച്ച് കൺസെപ്റ്റ് ഉള്ളതുമായൊരു ടോപ്പിക്കാണ്. സോഴ്സസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവുകൾ
എങ്ങനെയാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് നമ്മൾ ഓരോ പോസിബിലിറ്റികൾ പരിഗണിക്കുകയാണ്, ശ്രദ്ധിച്ചിരുന്നോളാം. ഫസ്റ്റ് കേസ് ഒരു സ്റ്റേഷനറി ചാർജ്. സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചാർജ് റെസ്റ്റിലാണ്. റെസ്റ്റിലിരിക്കുന്ന ഒരു ചാർജിന് എന്താണ് നിർമ്മിക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ്. ഒരു സ്റ്റേഷനറി ചാർജിന് എന്താണ് നിർമ്മിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് വാട്ട്? എ സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സ്റ്റേഷനറി ചാർജിന് എന്ത് ചെയ്യാൻ കഴിയില്ല? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉണ്ടാക്കാൻ കഴിയില്ല. എന്ത് മാത്രമേ കഴിയൂ? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാൻ മാത്രമേ കഴിയൂ. അതും എങ്ങനെയായിരിക്കും? സ്റ്റാറ്റിക് ആയിരിക്കും. ദെൻ ചാർജ് ഇൻ യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്ന് എടുത്തു പറയുമ്പോൾ ആ കണ്ടീഷനും കൂടെ ഞാനിവിടെ എഴുതാൻ കേട്ടോ. ദാറ്റ് ഈസ് വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ചാർജുകൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അത്തരം ചാർജുകൾക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനാണ് കഴിയുക? ദേ ക്യാൻ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ്. പക്ഷേ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് സ്റ്റാറ്റിക് അല്ലെങ്കിൽ നോട്ട് വേരി വിത്ത് ടൈം. സമയത്തിനനുസരിച്ച് മാറാത്ത, നോട്ട് വേരി വിത്ത് ടൈം, സമയത്തിനനുസരിച്ച് മാറാത്ത ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കാനേ ചാർജസ് ഇൻ യൂണിഫോം മോഷന് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം ഈ ചാർജ് റെസ്റ്റിലായിരുന്നു, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡേ ഉള്ളൂ. ചാർജ് യൂണിഫോം മോഷനിലാണെങ്കിൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, പക്ഷേ അത് സ്റ്റാറ്റിക്കാണ്. നമുക്കങ്ങനെ സ്റ്റാറ്റിക്കായ ഒരെണ്ണം അല്ല വേണ്ടത്, ഡൈനാമിക് ആയിട്ടുള്ള ഒന്നാണ് വേണ്ടത്. അതിനാണ് അടുത്ത കേസ് എടുക്കുന്നത് ആൻ ഓസിലേറ്റിംഗ് ചാർജ്. ഒരു ചാർജ് ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓസിലേറ്റിംഗ് ചാർജ് അതിന് ചുറ്റും ഒരു ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. സോ ഇറ്റ് പ്രൊഡ്യൂസ് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ ഈ ഓസിലേറ്റിംഗ് ചാർജ് എന്ന് പറയുമ്പോൾ അതും ഈ യൂണിഫോം മോഷനിലുള്ള ചാർജും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഓസിലേറ്റിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ചാർജ് ഈസ് ആക്സിലറേറ്റിംഗ്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ചാർജ് എന്ത് ചെയ്യുകയാണ്? ആക്സിലറേറ്റ് ചെയ്യുകയാണ്. മുൻപത്തെ കേസിൽ അത് യൂണിഫോം മോഷനിലായിരുന്നു. ഇവിടെ ഓസിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ആൻ ആക്സിലറേറ്റിംഗ് ചാർജ്. ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ചാർജിനുള്ളൊരു എക്സാമ്പിൾ കൂടിയാണ്. അപ്പോൾ ഓസിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യുന്ന ഈ ചാർജ് എന്തുണ്ടാക്കുന്നു? ഒരു ഓസിലേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നു. ഓസിലേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അഥവാ സമയത്തിനനുസരിച്ച് മാറുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. സമയത്തിനനുസരിച്ച് മാറുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ത് ഉണ്ടാക്കുമെന്ന് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതെ, ഒരു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ പ്രൊഡ്യൂസ് വാട്ട്? എ മാഗ്നറ്റിക് ഫീൽഡ്. അതിനായിരുന്നു നമ്മൾ കപ്പാസിറ്ററിൻ്റെ ഇൻ ബിറ്റ്വീനുള്ള സ്ഥലത്തെ ഒരു പോയിൻറ്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ വന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് കാരണമാണ് ഉണ്ടായതെന്നും അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുമ്പോൾ അവിടെ സംഭവിച്ചത് ഒരു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡാണെന്നും അതായിരിക്കും ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിശദീകരണങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ സമയമെടുത്ത് വിശദീകരിച്ചതാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടുകൊള്ളുക. ഓക്കെ, അപ്പോൾ ഒരു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് എന്തുണ്ടാക്കി? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കി. അവിടെ കൊണ്ട് ആ പ്രശ്നം തീരുന്നില്ല. അതാണ് അവിടുത്തെ ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ഇതിൻ്റെ കണ്ടീഷൻ കൂടി ഒന്ന് എഴുതാം. ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഓൾസോ ടൈം വേരിയിങ്. അപ്പോൾ ഇവിടെ ടൈം വേരിയിങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് നിർമ്മിച്ച അല്ലെങ്കിൽ ജന്മം നൽകിയ മാഗ്നറ്റിക് ഫീൽഡും എങ്ങനെയായിരിക്കും? ടൈം വേരിയിങ് ആയിരിക്കും. ഇവിടെയാണ് അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഇരിക്കുന്നത്. ദിസ് ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ പ്രൊഡ്യൂസ് an electric field. അത് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ദിസ് ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ പ്രൊഡ്യൂസ് എ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കും. ഈ ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് വീണ്ടും ഒരു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് വീണ്ടും ഒരു ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ദിസ് ഹാപ്പൻസ് ഇൻ എ സൈക്കിൾ. അങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ ഉണ്ടാകുന്നത്.
അപ്പോൾ അതിൻ്റെ ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് ഓസിലേറ്റിംഗ് ചാർജ്, ഒരു ചാർജ് ഓസിലേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആക്സലറേറ്റ് ചെയ്യണം. ആക്സലറേറ്റ് ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ഈ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം. വീണ്ടും ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം. സോ ഇവിടെ ശരിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ടായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് ഒരു ഓസിലേറ്റിംഗ് ചാർജ് അല്ലെങ്കിൽ ഒരു ആക്സലറേറ്റിംഗ് ചാർജാണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ചാർജുകളെ ആക്സലറേറ്റ് ചെയ്താൽ മതി. ആക്സലറേറ്റ് ചെയ്യിക്കാൻ ഓസിലേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ സിലബസിനെ കുറച്ചും കൂടെ ഒന്ന് ഇൻ്റർകണക്ട് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം നോക്കുകയാണ്. നമ്മൾ കെമിസ്ട്രിയിൽ ബോർ ആറ്റം മോഡൽ പഠിച്ചിട്ടുണ്ട്. റുദർഫോർഡ് ആറ്റം മോഡലിൻ്റെ ഒരു പോരായ്മയെ പരിഹരിച്ചുകൊണ്ടാണ് ബോർ ആറ്റം മോഡൽ വരുന്നത് നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്, ഫിസിക്സിലും പഠിക്കുന്നുണ്ട്. അവിടെ റുദർഫോർഡ് ആറ്റം മോഡലിൻ്റെ ഫെയിലിയറിനുള്ള ഒരു കാരണം ഇതാണ് പറഞ്ഞത്. ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതായത് നമ്മുടെ ആറ്റത്തിനുള്ളിൽ ഓർബിറ്റുകളിൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രോണുകൾ സർക്കുലർ ഓർബിറ്റിലാണെന്നും റിവോൾവ് ചെയ്യുകയാണെന്നാണ് റുദർഫോർഡ് പറഞ്ഞത്. പക്ഷേ നമ്മൾ മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ട്, സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ആൻ ആക്സലറേറ്റഡ് മോഷൻ. ഈവൻ ദോ റൊട്ടേഷൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിലും വെലോസിറ്റി, അതിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. വെലോസിറ്റിയുടെ ഡയറക്ഷൻ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കറിയാം ഒരു റൊട്ടേഷൻ മോഷൻ ഒരു സർക്കുലർ മോഷൻ എന്ന് പറയുന്നൊരു ആക്സലറേറ്റഡ് മോഷനാണ്. അപ്പോൾ ഇലക്ട്രോണാണ് പോകുന്നത്, മൂപ്പർക്ക് ചാർജ് ഉണ്ടെന്ന് നമുക്കറിയാം, മൂപ്പരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു ആക്സലറേറ്റഡ് മോഷനാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവും. ഇവിടെ ഈ കണ്ടീഷൻ, ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ആക്സലറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ആക്സലറേറ്റ് ചെയ്യപ്പെട്ടാൽ അതെന്തുണ്ടാക്കണം? അതൊരു ഇലക്ട്രിക് ഫീൽഡ്, വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കണം. ആ വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് എന്തുണ്ടാക്കണം? ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കണം. ആ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്തുണ്ടാക്കണം? ഒരു വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കണം. ചുരുക്കി പറഞ്ഞാൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ടാവണം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾക്ക് എനർജി ഉണ്ട് എന്നും ആ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുമെന്നും നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ ഇതുകൂടെ ചേർത്ത് വായിക്കുമ്പോൾ ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്താൽ അത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ പുറത്തേക്ക് വിടുകയും സ്വാഭാവികമായും ആ വേവുകളിലൂടെ എനർജി നഷ്ടപ്പെട്ട് ഒടുവിൽ ഈ ഇലക്ട്രോൺ കറങ്ങി ഇവിടെ വന്ന് ഇടിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ഇടിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അതെങ്ങനെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ള കൺസെപ്റ്റിലാണ് സാധാരണ ഓർബിറ്റ് എന്ന് റുദർഫോർഡ് പറഞ്ഞ കൺസെപ്റ്റിനെ സ്റ്റേഷനറി ഓർബിറ്റ് എന്നുള്ള ഒരു പ്രത്യേക കണ്ടീഷൻ ഇമ്പോസ് ചെയ്തുകൊണ്ട് ബോർ ആറ്റം മോഡൽ വരുന്നത്. അപ്പോൾ അവിടെയും ഇതാണ് കൺസെപ്റ്റ്. ചാർജുകൾ ആക്സിലറേറ്റ് ചെയ്യാൻ ഓസിലേറ്റ് ചെയ്യണമെന്ന് മാത്രമില്ല, അത് സർക്കുലർ മോഷനിലായാലും മതിയാകും. ഓക്കെ, അത് കൂടെ പറഞ്ഞു എന്ന് മാത്രം. യെസ്, അപ്പോൾ സോഴ്സസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. നമ്മൾ സമയം കളയാതെ കുറച്ച് ഹിസ്റ്ററിയിലേക്ക് പോവുകയാണ്. അതായത് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടുപിടുത്തങ്ങളിൽ മഹാരഥന്മാരായ കുറച്ച് പേരെ മാത്രം നമ്മളൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. ഫസ്റ്റ് വൺ ഈസ് ഹെൻറിച്ച് ഹെഡ്സ്. 1887 അദ്ദേഹം ഇസ് എൻ എക്സ്പെരിമെൻ്റൽ ഡെമോൺസ്ട്രേഷൻ ഓഫ് EM വേവ് ഇൻ ദി റേഡിയോ വേവ് റീജിയൻ. ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ റേഡിയോ വേവുകളുടെ റീജിയനിൽ, റേഡിയോ വേവ് ഫ്രീക്വൻസി റേഞ്ചിൽ എക്സ്പെരിമെൻ്റലായിട്ട് അദ്ദേഹം ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളെ ഉണ്ടാക്കി എന്നുള്ളതാണ് ഹെഡ്സിൻ്റെ ഏറ്റവും വലിയ ഇലക്ട്രോമാഗ്നറ്റിക് വേവുമായി ബന്ധപ്പെട്ട കണ്ടെത്തലായിട്ട് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, ഏറെക്കുറെ അതേ സമയത്ത് തന്നെയാണ് ജഗദീഷ് ചന്ദ്ര ബോസ്, JC ബോസ് എന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ, he is producing and observing electromagnetic waves in the wavelength region of 25 nanometer to 5 nanometer. അതിലും വളരെ കുറച്ച് 25 നാനോമീറ്റർ മുതൽ 5 നാനോമീറ്റർ വരെയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ പ്രൊഡ്യൂസ് ചെയ്യുകയും അതിനെ ഒബ്സർവ് ചെയ്യുകയും ചെയ്ത ആളാണ് നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ JC ബോസ്. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് വേവുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങളിൽ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത, നമുക്കെല്ലാം പരിചിതമായ ഒരാളാണ് ഗുഗ്ലിയെൽമോ മാർക്കോണി. റേഡിയോ കണ്ടെത്തിയ ആൾ എന്നുള്ള പേരിലാണ് നമ്മൾ അദ്ദേഹത്തെ അറിയുക. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഹീ സക്സസ്ഫുൾ ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഓവർ എ ഡിസ്റ്റൻസ് ഓഫ് 2 കിലോമീറ്റർ. അദ്ദേഹം 2 കിലോമീറ്റർ ദൂരത്തേക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയും അതൊരു ഗ്രൗണ്ട് ആൻറ്റിന ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യുകയും ചെയ്തു. സത്യത്തിൽ അദ്ദേഹം എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരു ഗൺ ഷോട്ടാണ്, ഒരു തോക്ക് ഉപയോഗിച്ച് ഫയർ ചെയ്യുന്നതിൻ്റെ ശബ്ദം അദ്ദേഹം മോഴ്സ് കോഡ് ഫോർമാറ്റിലാക്കി ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ രൂപത്തിൽ 2 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രൗണ്ട് ആൻറ്റിനയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അത് വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു കണ്ടെത്തലാണ്. അവിടെ നിന്നാണ് നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫിസിക്കലി കാണാൻ കഴിയാത്ത 2 സ്ഥലങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാൻ കഴിയുമെന്നും നമ്മുടെ മോഡേൺ
എല്ലാ തരത്തിലുള്ള മോഡേൺ വയർലെസ് കമ്മ്യൂണിക്കേഷൻസിൻ്റെയും തുടക്കം എന്ന് പറയുന്നത് ഗുളിയൽമോ മാർക്കോണിയുടെ ഈ കണ്ടെത്തലാണ്. ഓക്കെ, ദെൻ നമ്മൾ നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലേക്ക് പോകുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ നേച്ചർ, വളരെ പ്രധാനപ്പെട്ട ചില പ്രോപ്പർട്ടികൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, വിശദമായിട്ട് പോകുന്നില്ല. ഫസ്റ്റ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ ട്രാൻസ്ഫേഴ്സ് ഇൻ നേച്ചർ. നമുക്ക് രണ്ട് തരം വേവുകളെ പറ്റി നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, ലോഞ്ചിറ്റ്യൂഡനൽ വേവ്സും ട്രാൻസ്ഫേഴ്സ് വേവ്സും. അതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ ദേ ആർ ട്രാൻസ്ഫേഴ്സ് ഇൻ നേച്ചർ. ഓർക്കുക, നമ്മുടെ പരീക്ഷയ്ക്ക് എ പാർട്ടിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ ഡാഷ് ഇൻ നേച്ചർ എന്നൊരു ചോദ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് മനസ്സിൽ വയ്ക്കുക. ദ നോ മെറ്റീരിയൽ മീഡിയം ഈസ് റിക്വയർഡ് ഫോർ ദ പ്രൊപ്പഗേഷൻ. EM വേവ് സഞ്ചരിക്കുവാൻ നമുക്ക് മെറ്റീരിയൽ മീഡിയംസ് ഒന്നും വേണ്ട എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഓക്കെ, ശബ്ദം അങ്ങനെയല്ല, ശബ്ദം സഞ്ചരിക്കുവാനായിട്ടൊരു മെറ്റീരിയൽ മീഡിയം വേണം എന്ന് നമുക്കറിയാം. എന്നാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അങ്ങനെയല്ല, അതിനൊരു മെറ്റീരിയൽ മീഡിയത്തിൻ്റെ ആവശ്യം ഇല്ല. ദ സ്പീഡ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇൻ വാക്വം. അന്തരീക്ഷത്തിലൂടെ, അന്തരീക്ഷം നല്ല കേട്ടോ, വാക്വത്തിലൂടെ, ശൂന്യതയിലൂടെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ സ്പീഡ് നമുക്ക് ഇങ്ങനെ എഴുതാം, C = 1/√μ0ε0. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ഐഡിയ കിട്ടും കേട്ടോ. കാരണം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനുള്ളിൽ രണ്ട് ആൾക്കാരുള്ളതാണ്. ആരൊക്കെയാണുള്ളത്? ഒരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, പിന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അപ്പോൾ അത് സഞ്ചരിക്കുന്ന മീഡിയത്തിൻ്റെ ഒരു ഇലക്ട്രിക് പ്രോപ്പർട്ടിയെയും ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടിയെയും ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വേവിൻ്റെ വെലോസിറ്റിയെ പറ്റി നമ്മൾ പറയേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസും ഇലക്ട്രിക് പ്രോപ്പർട്ടിയെ സൂചിപ്പിക്കാനായിട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ്, അത് ലോജിക്കലി നമ്മൾ ചിന്തിച്ചാൽ കറക്റ്റാണ് എന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. C = 1/μ0ε0. ഇത് എവിടെയാണ്? വാക്വത്തിലാണ്. ഇത് വാക്വത്തിലല്ല, മറിച്ചൊരു മീഡിയത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇക്വേഷൻ എങ്ങനെ മാറാം? അപ്പോൾ CM എന്ന് എഴുതുകയാണ് കേട്ടോ, ത്രൂ മീഡിയം, ദാറ്റ്സ് ഈക്വൽ ടു 1/√με എന്ന് വരും. അവിടെ μ എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് മീഡിയം, എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദാറ്റ് മീഡിയം. അപ്പോൾ ഇത് വാക്വത്തിലൂടെയും ഇത് ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെയും ആണ്. ക്ലിയർ? ദെൻ സ്പീഡ് ഓഫ് EM വേവ് ഇൻ മെറ്റീരിയൽ മീഡിയം, അത് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ഇൻ ആൻ EM വേവ്. ഒരു EM വേവിൽ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടെന്ന് നമുക്കറിയാം. ഈ രണ്ട് ഫീൽഡുകൾ തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. അതിങ്ങനെയാണ്, ദാറ്റ് ഈസ് C = E0/B0. ഇവിടെ E0 എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡും B0 എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡുമാണ്. EM വേവിലെ ഇലക്ട്രിക് ഫീൽഡ് ആംപ്ലിറ്റ്യൂഡ് E0, മാഗ്നറ്റിക് ഫീൽഡ് ആംപ്ലിറ്റ്യൂഡ് B0. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷനിലൂടെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനുള്ളിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് മനസ്സിലാക്കുക. E0യും B0യും കേൾക്കുമ്പോൾ ഒരു ചെറിയ ഐഡിയ മാത്രമേ തോന്നുള്ളായിരിക്കും. അടുത്ത ക്ലാസ്സിൽ ഞാനൊരു ഇക്വേഷൻ എഴുതാം, അപ്പോൾ അത് ക്ലിയർ ആയിക്കോളും. ദെൻ നെക്സ്റ്റ്, EM waves carry energy and is equally shared by the electric and magnetic fields. നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് എന്തുണ്ട്? എനർജി ഉണ്ട്. ആ എനർജി ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഈക്വലായിട്ടാണ് ഷെയർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഒരാൾ ഡോമിനേറ്റ് ചെയ്യുന്നില്ല. ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും തുല്യ എനർജി ആയിട്ടാണ് EM വേവിൽ അടങ്ങിയിരിക്കുന്നത്. ദെൻ EM വേവ് ഹാസ് മൊമെൻറ്റം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് മൊമെൻറ്റം ഉണ്ടെന്ന് മാത്രവുമല്ല, അതെവിടെയെങ്കിലും ഒന്ന് സ്ട്രൈക്ക് ചെയ്താൽ, ഇടിച്ചാൽ ഈ മൊമെൻറ്റം എനർജിയുടെ രൂപത്തിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ആ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ ഞാനൊന്ന് എഴുതി കഴിഞ്ഞാൽ, ദാറ്റ്സ് P = U/C. ക്യാപിറ്റൽ U ആണ് ഞാൻ ഉപയോഗിക്കേണ്ടത്. U/C, where U is the energy of EM വേവ്. നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ എനർജിയാണ് ഏത്? U എന്ന് പറയുന്നത്. U/C, C വെലോസിറ്റിയാണ്. U/C എന്ന മൊമെൻറ്റം വാല്യൂവുമായിട്ടാണ് ഓരോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവും വരുന്നതും സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ആ മൊമെൻറ്റം ട്രാൻസ്ഫർ നടക്കുകയും ചെയ്യാം. നടക്കാതെയും ഇരിക്കാം, അങ്ങോട്ട് നടക്കുകയും ചെയ്യുമെന്ന് ജനറലി പറയുന്നു. ഓക്കെ, ഇത്രയുമാണ് നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന ഭാഗത്ത് പരീക്ഷയ്ക്കും കൂടെ പ്രാധാന്യമുള്ള തരത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമാണ് ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നന്നായി പഠിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി.
കൂടുതൽ ടോപ്പിക്സുമായിട്ട് അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം. താങ്ക് യു.